മതേതരത്തിന്റെ ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്നൊരു വേർഷൻ എന്താണെന്നറിയാമോ? കേരളത്തിന്റെ മതേതരത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉച്ചകോടിയിൽ നിൽക്കുന്ന എന്താണെന്നറിയാമോ? നമ്മന്റെ വാവര്. അയ്യപ്പനെ കാണാൻ പോകുന്നവര് വാവരെ കാണാൻ പോകും. വാവരും അയ്യപ്പനും ഇങ്ങനെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ തോളോട് തോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക, രണ്ടുപേരും കൂടി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ അയ്യപ്പനും വാവരും തോളോട് തോള് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിനെ പറഞ്ഞ് നമുക്ക് കുറെ എന്താ പറഞ്ഞ മതേതരം സ്ഥാപിച്ചു വെച്ചിരിക്കുക നമ്മന്റെ മതക്കാരൊക്കെ. അതോ അയ്യപ്പനെ കാണാൻ പോകുന്നവരെല്ലാം വാവരെ കാണാൻ പോകുന്ന കണ്ടിട്ടില്ലേ? വാവരും അയ്യപ്പനും എന്ത് സുഹൃത്തുക്കളായിരുന്നു. അയ്യപ്പന്റെ പള്ളിയുടെ തൊട്ടടുത്തല്ലേ വാവരിയ്ക്കുന്ന. വാവനെ ദർശിച്ചിട്ട് വേണം അയ്യപ്പനെ ദർശിക്കാൻ പോകാനായിട്ട്. അതാണ് കേരളത്തിന്റെ മതേതരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മതേതരത്തെ ആരും തകർക്കാൻ പറ്റത്തില്ല. ശരിയാ? അവിടെയും അവനൊരു ജിഹാദ് ഒപ്പിച്ചു വെച്ചു. അവനും അവിടെയും ഒരു തക്കിയ അടിച്ചു വിട്ടു. അവൻ അവിടെയും വലുതായിട്ടൊരു ബുദ്ധി പ്രയോഗിച്ചു വെച്ചിട്ടുണ്ട്. ഈ അയ്യപ്പനെ കാണാൻ വരുന്ന കോടാനുകോടി ജനങ്ങളെല്ലാം നേരെ വാവരെ കണ്ടിട്ടും കൂടിയിട്ടാണ് അയ്യപ്പന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? വാവര് പള്ളിയിൽ പോയി കൊണ്ടുപോയി നേർച്ചകൾ തട്ടും. നേർച്ചകൾ തട്ടുന്ന സമയത്ത് അവിടുന്ന് ഓരോ അയ്യപ്പ ദർശനം കഴിയുന്ന സമയത്തും ആ അയ്യപ്പന്റെ ദർശനം തുറക്കുന്ന ആ 2 മാസങ്ങളില് കോടികളാണ് അടിച്ചോണ്ട് പോകുന്നത്. കോടികളായി ഈ വാവറിന്റെ പേരിൽ ഈ മേത്തമാരടിച്ചോണ്ട് പോകുന്നത്. നിങ്ങൾക്ക് വല്ല അറിയാമോ? പൊട്ട ഹിന്ദുവേ, നിനക്ക് വലുത് അറിയാമോ? ഈ മതേതരത്തിന്റെ മറവിൽ ഇവന്മാർ ചെയ്തോണ്ടിരിക്കുന്ന എന്താന്ന് പറഞ്ഞിട്ട് വാവര് പള്ളി കയറുന്നവനെല്ലാം അയ്യപ്പന്റെ പേരും പറഞ്ഞു പോകുന്നവനാ. ഈ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പണം മുഴുവനും എന്ത് ചെയ്യും? അതിനകത്ത് നല്ലൊരു പങ്കും കൊണ്ടുപോയി ആദ്യം വാവർക്ക് ഇട്ട് കൊടുത്തിട്ടാ അയ്യപ്പന്റെ അടുത്ത് പോകുന്നത്. അപ്പൊ അയ്യപ്പന് കിട്ടേണ്ടതിന്റെ പകുതി മുഴുവനും ബാവരടിച്ചു മാറ്റുക. അതെല്ലാം അടിച്ചുകൊണ്ട് അങ്ങ് പോവുക. പണം കെട്ടുകണക്കാ, നിങ്ങൾ ചാക്ക് കെട്ടുകണക്കാ എടുത്തോണ്ട് പോകുന്നത്. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നീയൊക്കെ കണ്ടാ മതി. മനസ്സിലായോ? ഇപ്പൊ ലൈവിൽ വന്ന് എനിക്കത് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ. ചാക്ക് കെട്ടുകണക്കാ ഇവന്മാർ പണം അടിച്ചോണ്ട് പോകുന്നത്, അവിടുന്ന് എടുത്തോണ്ട് പോകുന്നത്. പക്ഷെ വലിയ കോട്ട വെണ്ടയ്ക്ക ആശുപത്രിയിൽ നമ്മുടെ വാവറിന്റെ പള്ളിയുടെ മുമ്പിൽ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി നീ വായിച്ചിട്ട് വേണം കയറാനായിട്ട് അയ്യപ്പന്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും. മനസ്സിലായോ? എന്താ എഴുതി വെച്ചിരിക്കുന്നത് അറിയാമോ? തള്ളാഹു കുക്കുംബർ മാത്രമേ ഉള്ളൂ ദൈവം, വേറൊരു ദൈവമില്ല. ലാഹ് ലാഹ് ഇല്ല തള്ളാഹു കുക്കുംബർ. ലാഹ് ലാഹ് ഇല്ല തള്ളാഹു കുക്കുംബർ എന്നാ എഴുതി വെച്ചിരിക്കുന്നത്. തള്ളാഹു മാത്രമേ ദൈവമുള്ളൂ, വേറൊരു ദൈവവും ഇല്ല. എടാ, അയ്യപ്പനെ കാണാൻ പോകുന്ന നീ ഹിന്ദു, ഈ തള്ളാഹു കുക്കുംബറിന്റെ വാവറിന്റെ പള്ളിയിൽ കയറി നീ പണം ഇട്ട് കൊടുത്തിട്ട് അവൻ നിന്നോട് പറയുക, എടാ പോന്നയൊക്കെ കൊള്ളാം, ഈ അയ്യപ്പന്റെ അടുത്തൊക്കെ പോന്നയൊക്കെ നിനക്ക് കൊള്ളാം, പക്ഷെ തള്ളാഹു മാത്രമേ ഉള്ളൂ ദൈവം. നീയൊക്കെ വെറും പൊട്ടന്മാര്, കാഫറുകളാ. പണം ഇടാൻ വേണ്ടി ഇട്ടോ പോയിട്ടൊക്കെ വരുന്നു, പക്ഷെ ദൈവം തള്ളാഹു മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മതസൗഹാർദ്ദം, സ്നേഹം. തള്ളാഹു അവിടെ ഇരിപ്പുണ്ട്, തൊട്ടടുത്ത് വാവരെയും വെച്ചിട്ട് വാവരനെ വെച്ചിരിക്കുന്നിടത്ത് തന്നെ തള്ളാഹു മാത്രമേ ദൈവമുള്ളൂ നിമ്മമാരെ എഴുതി വെക്കേണ്ട കാര്യം ഇതിരിക്കുന്നു. അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക. എടാ, വാവരെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് തള്ളാഹു മാത്രമാ ദൈവം ഒന്ന് എഴുതി വെക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഇവന്മാര്? നീയൊക്കെ ഊളകളാടാ. എടാ, നീയൊക്കെ പൊട്ടന്മാരാടാ. നീയൊക്കെ മന്ദബുദ്ധികളാണ്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാം. ആർക്കറിയാം? നമ്മന്റെ ആൾക്കാർക്കറിയാവുന്നേ. നമ്മന്റെ ആൾക്കാർക്ക് അതൊക്കെ അറിയാം, കൃത്യമായിട്ട് അറിയാം. അപ്പൊ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ അയ്യപ്പന്റെ പേരിൽ വരുന്ന പണം മുഴുവനും പകുതി മുഴുവനും നമ്മൾ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. നൈസായിട്ട് നമ്മൾ പറയുകയും ചെയ്യും തള്ളാഹു മാത്രമേ ഉള്ളു ദൈവം. നിന്റെയൊക്കെ ദൈവം ഒന്നും അല്ല. പിന്നെ എന്തുവാ, നിങ്ങൾ മനസ്സിലാക്കിയാ കൊള്ളാം എന്നുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടിരിക്കുക. നിന്റെ മുമ്പിലിരുന്നു കൊണ്ട് തന്നെ പല്ലിളിച്ചുകൊണ്ട് നിന്നോട് പറയാ നിന്റെ ദൈവം ഒന്നും ദൈവമല്ല കേട്ടാ. നീയൊക്കെ വിളിക്കുന്ന ദൈവം ഒന്നും ദൈവമില്ല, ഞങ്ങളുടെ തള്ളാഹു മാത്രം, കാമഭ്രാന്തം മാത്രമാണ് ദൈവം എന്ന് നിന്നോടൊക്കെ പല്ലിളിച്ച് പറഞ്ഞാൽ പോലും നിനക്കൊക്കെ മതസൗഹാർദ്ദം കൂടിക്കിടക്കുകയല്ലേ. ആ മതസൗഹാർദ്ദത്തിന് അങ്ങനെ മതേതരം അങ്ങ് കൂടിക്കിടക്കുക. ആർക്ക്? ഞമ്മന്റെ മതക്കാരുടെ മതേതരം കൂടിക്കിടക്കുക. എടാ പൊട്ട ഹിന്ദുവേ, നിന്നെയൊക്കെ പൊട്ടന്മാരെന്നല്ല വിളിക്കേണ്ടത്. തല ഇനിയെങ്കിലും നീക്കൊക്കെ ഉണർന്നാ നിനക്കൊക്കെ കൊള്ളാം. നമ്മന്റെ മതക്കാരിങ്ങനെ മതേതരം പറഞ്ഞ് നമ്മൾ കുറേശ്ശെ മതം കുത്തിക്കയറ്റി മലബാറിലോട്ടൊന്ന് പോയി നോക്കിയേ. നമ്മന്റെ മതക്കാര് മലബാർ ഇപ്പം എന്തായി മാറിയിരിക്കുകയാണ്. നമ്മളെവിടെയെല്ലാം പിടിച്ചെടുത്തു, കച്ചവടം ചെയ്ത് നമ്മളെ പൂട്ടിക്കുമല്ലോ.
അയ്യപ്പന്റെയും കേശവന്റെയും മത്തായിച്ചന്റെയും മാമച്ചന്റെയും ഒക്കെ കട പൂട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മന്റെ മതക്കാർ കടയിട്ട് കഴിഞ്ഞാൽ നമ്മന്റെ മതക്കാരുടെ കടയിലേ പോകത്തുള്ളൂ ഇവരെല്ലാം. അങ്ങനെ നമ്മൾ ഭയങ്കര ഒത്തൊരുമ, അവരെല്ലാം ഒത്തൊരുമകളാ കേട്ടോ, ഒത്തെരുമകളാ അവരെല്ലാം. നീയൊക്കെ അവരോട് ചേരുന്ന ഒത്തെരുമകളാ. അവരൊന്നും ഇങ്ങോട്ട് ചേരില്ല. അയ്യപ്പന്റെ കട കാണുമ്പോഴത്തേക്കും ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മതേതര സ്നേഹം മൂത്ത ഒരു ഇത്ത എന്ത് ചെയ്യത്തില്ല, അയ്യപ്പ ചേട്ടാ ഒരു കിലോ അരി തരുവോ എന്ന് ചോദിക്കത്തില്ല. അവൻ ഈച്ച അടിച്ചുകൊണ്ടിരുന്നാൽ പോലും ചോദിക്കാൻ മതേതരം മൂത്ത ഇത്തായ്ക്കും പറ്റത്തില്ല, മതേതരം മൂത്ത ഇക്കായ്ക്കും പറ്റത്തില്ല. അവൻ ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടാലും, അവന് ഇപ്പുറത്തിരിക്കുന്ന മത്തായിച്ചൻ അവിടെ ഇരുന്ന് ഈച്ച അടിച്ചുകൊണ്ടിരുന്നത് കണ്ടാലും മതേതരം മൂത്ത് കിടക്കുന്ന ഇത്തായ്ക്കും അയ്യോ മത്തായി ചേട്ടന്റെ കടയിലൊന്നും കച്ചവടമില്ല, നമുക്ക് വന്ന് സഹായിച്ചേക്കാം എന്നുള്ള തോന്നൽ വരത്തില്ല. മതേതരം മൂത്ത ഇക്കായ്ക്കും തോന്നത്തില്ല നമുക്ക് മത്തായി ചേട്ടന്റെ കടയിൽ കച്ചവടമൊന്നുമില്ല, മനുഷ്യന്റെ ഉപജീവന മാർഗം നമുക്ക് നശിപ്പിക്കണ്ട, നമുക്ക് സഹായിച്ചേക്കാം. ദൈവവചനത്തിൽ പറയുന്നത് അന്യന്റെ ഉപജീവന മാർഗത്തെ നീ മുടക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എടാ ഇവന്മാര് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യും, കടയിടും. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും താമസിക്കുന്ന സ്ഥലത്ത് നല്ല വില കൊടുത്ത് നല്ല ഹോട്ടൽ പോലെയും അവിടെ ഇവിടെ എല്ലാം വലിയ ഇതാക്കി കൊണ്ടുവന്നിടും. പാവം അവിടെ കിടക്കുന്ന മത്തായിച്ചൻ ചിലപ്പം തട്ടുകടയിട്ടായിരിക്കും ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇരിക്കുന്ന കേശവൻ ചേട്ടൻ ചിലപ്പം വല്ല പെട്ടിക്കടയിട്ടോണ്ടായിരിക്കും ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടെ കൊണ്ടുവന്ന് നല്ല വലിയ കാട്ട ബോർഡിൽ കൊണ്ടുവച്ച് നമ്മൾ എന്ത് ചെയ്യും, കട അങ്ങ് തുറന്നു വെക്കും. പിന്നെ നമ്മൾ അവിടെ മതേതരം മൂത്ത് കിടക്കുന്ന എല്ലാ ക്രിസ്ത്യാനിയും ഹിന്ദുവും അവിടെയും ഇവിടെയെല്ലാം ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാം മൂത്ത് കിടക്കുന്നതെല്ലാം നമ്മൾ പോയി കയറും. നമ്മുടെ ബഷീർ കാക്കയുടെ കടയിലും മുഹമ്മദ് കാക്കയുടെ കടയിലും ഒക്കെ നമ്മൾ അങ്ങ് കയറിയിരുന്നു നം പുട്ടടിച്ചോണ്ടിരിക്കും. നമ്മളിരുന്ന് തിന്നുവാ. സ്നേഹം മൂത്ത് കിടക്കയല്ലേ നമ്മള്, മതേതരത്തിന്റെ മാർവിൽ കിടക്കയല്ലേ നമ്മള്. അപ്പൊ എന്ത് ചെയ്യും, കുറേ ദിവസം ഈച്ചയടിച്ച് തട്ടുകടയിൽ ഉപജീവനം തിന്നോണ്ടിരുന്നവൻ, അന്നം കഴിച്ചുകൊണ്ടിരുന്നവൻ, അവന് വലിയ കോടിക്കണക്ക് വീട് വെക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഈ മത്തായി ചേട്ടൻ തട്ടുകട ഇട്ടോണ്ടിരുന്നത്. അവന് കോടിക്കണക്ക് വീട് ആസ്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചില്ല കേശവൻ ചേട്ടൻ പെട്ടിക്കടയും ഇട്ടത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോറ്റി പുലർത്താൻ വേണ്ടി അന്നത്തിന് വേണ്ടിയിട്ട് കടയിട്ട് വെച്ചിരുന്നവനാ. അവന്റെ കടയ്ക്ക് ആപ്പടിച്ചു കൊടുത്തിട്ടാ നമ്മൾ കൊണ്ടുവന്ന് വലിയ ബോർഡ് വെച്ച് കട വെച്ചിരിക്കുന്നത്. അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുടെ ഏരിയ ആയിരിക്കും, പക്ഷെ നമ്മൾ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഈ മതേതരം കുത്തി കൊടുക്കും. മതേതരം കൊണ്ടുപോയിട്ട് കുത്തി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മത്തായി ചേട്ടനെയും മാമച്ച ചേട്ടന്റെയും ഒക്കെ നമ്മുടെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിന്റെ ഒക്കെ മതേതരത്തിന്റെ സാഹോദര്യം മൂത്തിട്ട് നമ്മളെല്ലാം പോയി എന്ത് ചെയ്യും, ആരടുത്ത് പോയി വാങ്ങിച്ചു തിന്നും, നമ്മുടെ മതേതര സ്നേഹികളോട് പോയി വാങ്ങിച്ചു തിന്നു. അപ്പോഴത്തേക്കും ആർക്ക് ആപ്പ് വെച്ച് നിങ്ങൾ ആർക്ക് ആപ്പ് വെച്ച് ഇത്രയും കാലം ഉപജീവനത്തിന് വേണ്ടി പോരാടിയവന്റെ വയറ്റിനിട്ട് നിങ്ങളും ആപ്പ് വെച്ച് കൊടുത്തു. അവനെ ആപ്പ് വെച്ചു, കൂട്ടത്തിൽ നിങ്ങളും ആപ്പ് വെച്ച് കൊടുത്തു. എടാ അവൻ ചെറിയൊരു കട ഇട്ടിട്ടായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, ആഹാരം വെച്ച് തിന്നോണ്ടിരുന്ന പലർക്ക് വെച്ച് വിറ്റോണ്ടിരുന്നത്. തൊട്ടടുത്ത് നമ്മൾ കൊണ്ടുപോയി നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോലെ അങ്ങ് ഇട്ട് കൊടുക്കും കട കൊണ്ടുപോയി. അതും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇരിക്കുന്ന ഏരിയക്കകത്താണ് ഇത് കൊണ്ടിടുന്നത്. കുറേശ്ശെ മതത്തെ തന്റെ കീഴിലും ഹലാലിലും കൊണ്ടെത്തിക്കാൻ വേണ്ടി പെടുന്ന പെടാപ്പാടാണ് ഇതൊക്കെ. ജിഹാദ്, സാമ്പത്തിക ജിഹാദ് എന്ന് പറയും ഇതിനെ. ഇനിയെങ്കിലും ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അന്യന്റെ ഉപജീവന മാർഗം മുടക്കരുതെന്ന് ദൈവവചനം പറഞ്ഞാൽ മുടക്കരുത്. അവന്റെ ഉപജീവന മാർഗമാ നീയെല്ലാം കൂടി ചേർന്ന് നശിപ്പിക്കുന്നത്. എന്നിട്ട് നീയൊക്കെ കള്ളപ്പണം ഇറക്കി ആസ്തികൾ ഉണ്ടാക്കി അങ്ങ് വെക്കും. ഈ കള്ളപ്പണത്തിന്റെ മറവിലൂടെ നടക്കുന്നത് മുഴുവനും ജിഹാദാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. എല്ലാ വൃത്തികെട്ട ജിഹാദും ഇതിനകത്തുണ്ട്. ഒന്ന് ആലോചിച്ച് വെക്കേ. അപ്പോൾ നിങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് നല്ല വൃത്തിയോണം അറിയാം. ഇവനോടൊന്ന് പോയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ, മത്തായി ചേട്ടന്റെ കടയിൽ നല്ല ബീഫുണ്ട് അളിയാ, വാ അളിയാ നമുക്കൊന്ന് പോയി തിന്നാം എന്നൊന്ന് പറഞ്ഞു നോക്കേ. പതേതരത്തിലെങ്കിൽ സ്നേഹത്തിൽ കൂടി നിൽക്കുന്ന തോലോലിച്ച് തോളത്തിട്ടിരിക്കുന്ന കൂട്ടുകാരനായിരിക്കും ഇവൻ. റിയാസ് എന്നോ ബഷീർ എന്നോ ജലീലെന്നോ ഏതവനെങ്കിലും ആയിട്ടോട്ടെ, അബ്ബാസ് എന്നോ ആയിട്ടോട്ടെ, ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും തോളത്ത് കൈയിട്ട് അളിയാ എന്തളിയാ പൊളിയളിയാ എന്നൊക്കെ പറയുന്ന കൂട്ടുകാരനായിരിക്കും. ഉടനെ കൂട്ടുകാരനോട് പറയാടാ അളിയാ നമുക്ക് ഇന്ന് മന്തി കഴിച്ചാലോ, കുഴിമന്തി കഴിച്ചാലോ. എവിടെയാണ് അളിയാ? അത് നമ്മുടെ മത്തായി ചേട്ടന്റെ അവിടെ കടയിൽ ഒരു സൂപ്പർ കടയുണ്ട്, അത് അടിപൊളി കുഴിമന്തിയാണ് അവിടെ ഇട്ടിരിക്കുന്നത്, നമുക്കൊന്ന് പോയി കഴിച്ചാലോ അളിയാ. ഇല്ല അളിയാ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹാഗിയ സഫാനോ ഏതെങ്കിലും മേത്തന്മാരുടെ കടയുണ്ടല്ലോ അതിന്റെ പേര് പറയും.
നമുക്ക് അവിടെ പോയി കഴിക്കാം, അതായി കുറച്ചുകൂടി ടേസ്റ്റ്. ഞാൻ അവിടെ വേണ്ട, അവിടെ കുറച്ചുകൂടി അവിടെ ടേസ്റ്റ്. മതേതരം കൂടി നിൽക്കുന്ന കൂട്ടാനാ, തോളത്ത് കൈയിട്ട് മതേതരം കൂടി നിൽക്കുന്ന കൂട്ടുകാരനെ. എടാ വൃത്തികെട്ട ഹിന്ദുവേ, ക്രിസ്ത്യാനിയെ, ഇനിയെങ്കിലും നിന്റെ തലച്ചോറ് ഉണര്. നിന്റെ മതേതരം മൂത്ത് നീ ഇവന്റെ കൂടെ തോളത്തിട്ട് അവന്റെ ചെല്ലക്കൊഞ്ചെല്ലും എല്ലാത്തിനകത്തും നീ കിടക്കുമ്പോഴും അവൻ നിന്റെ മൂട്ടിലാപ്പ് വെക്കുകയാണെന്നുള്ളത് നീ മനസ്സിലാക്കാത്ത എന്തേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവന്റെ മൂട്ടിൽ ആപ്പ് വെക്കുകയാണെന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ മൂട്ടിൽ ആപ്പ് വെക്കുക. അവനെ ഒന്ന് വിളിച്ചോണ്ട് പോയിട്ട് നിങ്ങളൊന്ന് കടയിലൊന്നും കൊണ്ടുപോയി, നീ മത്തായി ചേട്ടന്റെ കടയിലെ കുഴിമന്തി നല്ല ടേസ്റ്റാ, മത്തായി ചേട്ടനും എന്തുവാ അവരുടെ കടയിൽ തന്നെ അവർ വളർത്തുന്ന കോഴി തന്നെയാണ്, അവർ തന്നെയാണ് അറുത്ത് കറി വെക്കുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ. മതേതരം തുളുമ്പി നിൽക്കുന്ന സ്നേഹത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ബഷീറിനെയും ജവീലിനെയും ഇങ്ങനെ കണ്ട വഴി ഓടേണ്ട ഗതികളിലേക്ക് കാണേണ്ടി വരും. നിങ്ങളെ വിളിച്ചോണ്ട് പോയിട്ട് അവന്റെ മതത്തിലെ മതത്തീറ്റിക്കും, നിങ്ങളെ വിളിച്ചോണ്ട് പോയി അവന്റെ മതത്തിലെ